ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ സുപ്രഭാതം പൊട്ടി വിടർന്നു, കഞ്ഞിയും കലം എടുത്ത് അടപ്പ് വെച്ചത് ആ പരിപാടികളൊന്നുമില്ല. പാത്രം കൊണ്ട് പോകുക, വാങ്ങിക്കുക, കഴുകുക, ഇത് അന്നത്തെ പരിപാടി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിച്ചത് അത് ഞാനിവിടെ ഉണ്ടാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രവും കൊണ്ടുപോയി കഞ്ഞിയും വസ്ത്രവും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആ പപ്പടവും അച്ചാറും കിട്ടിയില്ല കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പപ്പടം വറുത്തു, അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പോവാണ്. അപ്പം ഇതൊരു വെറൈറ്റി ഡേ ഇൻ മൈ ലൈഫാണ്. രാത്രി ആകുമ്പോഴേ നമ്മൾ പാചകിക്കാറുള്ളൂ. വൈകിട്ട് കഞ്ഞി അഞ്ചിനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ വെളിയിൽ പോയിരുന്നിട്ട് ഞാനും പാറും കൂടെ കഴിക്കാൻ വെച്ചിട്ട് എല്ലാം പെറുക്കിക്കൊണ്ട് വെളിയിൽ പോകാൻ കേട്ടോ. അപ്പോൾ കാശിയും ചേട്ടനും ഇല്ല, അവർ വേറെ അടുത്ത് പോയിട്ടുണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. കാശിൻ്റെ കൂട്ടുകാരനായിട്ട് പോയി, ചേട്ടൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുണ്ട്. ഞാനും പാറും മാത്രം ഞങ്ങൾ വെളിയിലൊക്കെ പോയി പ്രകൃതിൻ്റെ മണിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കഞ്ഞി കുടിക്കാം. അപ്പോൾ എന്തൊരാശ്വാസം എന്നറിയാമോ, ഇങ്ങനെ ഒന്നും പാചകമൊന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കഞ്ഞി കുടിക്കുക, ചിലൊക്കെ കഴിക്കുക. കഞ്ഞിയല്ല ചോറായാലും എന്ത് കിട്ടിയാലും വെറുതെ നമുക്ക് പണിയെടുക്കാണ്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. പണിയെടുക്കാണ്ട് തിന്നുക, അതാണ് ഞാൻ സ്വപ്നം കണ്ട കിന്നാശ്ശേരി. അപ്പോൾ കഞ്ഞി വസ്ത്രമൊക്കെ ഉള്ളായിരുന്നു, കഴിച്ച്. അപ്പോൾ പാറും ഒക്കെ ചടി കയറി വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നീണ്ട റെസ്റ്റായിരുന്നു. അത് 3:30 വരെ ഞാൻ റെസ്റ്റ് എടുത്തു. 3:30 ആയപ്പം പാചകം അവിടെ ഇളക്കൽ. അപ്പോൾ എനിക്കില്ല സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ ഒരു ഇന്നസെൻറ്റ് പറയുന്നത്. എനിക്ക് ദേഷ്യം വരുമ്പോൾ അപ്പം ഞാൻ ചട്ട് എടുത്ത് 4 ഇളക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശശിയണ്ണൻ പാചകം ഒക്കെ നടത്തുന്നുണ്ട്. പ്രഥമനാണ് ഇളക്കുന്നത്. അപ്പോൾ ചേട്ടൻ വിളിച്ച് പറഞ്ഞു പ്രഥമനൊക്കെ ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും പാത്രം എടുത്തുകൊണ്ട് പോയി പ്രഥമൻ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ പ്രഥമനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുടിക്കാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്ത് ഞാൻ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ അത് തത്ത് വെച്ചിട്ട് വീണ്ടും പ്ലേറ്റിനകത്തോട്ടാക്കിയിട്ട് അത് പപ്പടം കൂട്ടി അങ്ങോട്ട് തട്ടി. അങ്ങനെ ആസ്വദിച്ച് അവിടെ ഇച്ചിരി ഞാൻ എടുത്തുള്ളൂ, കാരണം വേറെ പായസം വരാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചേച്ച് ഞാൻ വീണ്ടും കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇച്ചിരി അരിപ്പായസം കൂടെ വാങ്ങിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 7 മണിയായപ്പോൾ നമുക്ക് പണികളുണ്ട്, ഇനി രാത്രി വല്ലതും കഴിക്കണമെങ്കിൽ വല്ലതും വെക്കണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അപ്പുറത്ത് വീടിൻ്റെ പുറയിൽ കുറച്ച് പയർ നിൽപ്പുണ്ടായിരുന്നു, പിച്ചിക്കൊണ്ട് വന്നിട്ട് അരിഞ്ഞ് അടുപ്പിൽ വെച്ച് തോരനൊക്കെ വെക്കാമെന്ന് വെച്ച് മിക്സി ജാറ് കഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈകൊണ്ട് വെറുതെ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞെരടി അടുപ്പിൽ വെച്ച് കേട്ടോ. അപ്പോൾ ഇതും ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ മീൻ കൊണ്ടുവന്നത്. ദേ പണി കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ മീൻ വെട്ടിക്കറി വെക്കാം, അപ്പോൾ നാളെയും കൂടെ ആയല്ലോ എന്ന് വെച്ചിട്ട് മങ്കടയാണ് കൊണ്ടുവന്നത്. അതെല്ലാം തട്ടിയിട്ടപ്പോൾ ദാ ചാടിപ്പോന്നു. ജീവനുണ്ട്. എത്ര ദിവസം മുമ്പാണെന്ന് ചോദിക്കരുത്. അങ്ങനെ അതെല്ലാം വെട്ടിയെടുത്ത് കഴുകി പറക്കി എല്ലാം ഞാൻ എടുത്തിട്ട് നേരെ ഇപ്പം തന്നെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വെച്ച് 2 എണ്ണം വറക്കാം, ബാക്കി കറി വെക്കാം, നാളെ കറി വെക്കാമെന്ന്. പിന്നെ ഞാൻ വെച്ചാൽ നാളെ ആയാലും ഞാൻ കറി വെക്കണമല്ലോ. അങ്ങനെ മീനൊക്കെ ഞാൻ 2ആയിട്ടാണ് കേട്ടോ മുറിച്ചത്. ഞാൻ കുനൂനാന്ന് അങ്ങനെ മുറിച്ചൊന്നും എടുത്തില്ല. അപ്പം 2ആയിട്ട് കണ്ടിച്ച് കഴിയുമ്പം ഓരോരുത്തർക്ക് ഓരോ കഷ്ണം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ച് പിന്നെ സാധാ മീൻ കറി വെക്കുന്നതിന് മുളക് കറിയാണ് കേട്ടോ വെച്ചത്. പിന്നെ കറിയെല്ലാം തിളച്ച് വന്നപ്പം മീനെല്ലാം ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോകാമെന്ന് നിന്നപ്പോഴാണ് മീൻകാരൻ വീണ്ടും ഓണടിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ബാ നോക്കാം. നോക്കിയതേ ഓർമ്മയുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങൾ തിരിഞ്ഞ് ഓടിക്കളഞ്ഞു. ഒന്നാമത് നമുക്ക് അങ്ങനെ പിടുത്തോളം മീനൊന്നും ഇല്ലായിരുന്നു, പിന്നെ നല്ല വിലയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുമ്മയിലിട്ടൊക്കെ വന്നിട്ട് നോക്കിയപ്പോൾ ഒരു കൂന തുണി മടക്കാൻ കിടപ്പുണ്ട്. പിന്നെ എന്നാലും ഞാൻ കുറച്ച് പൗഡറൊക്കെ വാരിയിട്ട് ഒന്ന് കുളിച്ചതല്ലേ, ഇപ്പം ഒന്ന് സുന്ദരിയാവുമെന്ന് ചോദിച്ചു. സുന്ദരിയൊന്നും ആയില്ലെങ്കിലും എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് നേരെ ചോറിനമ്മ വയറ് മറ്റേ സുരാജ് പറഞ്ഞുള്ള വയറ് തള്ളക്കി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മീൻകറിയെല്ലാം ഇച്ചിരി കൂടെ കുറുകാനുണ്ട് കേട്ടോ. അപ്പം ഞാനത് കുറുക്കി പറ്റിക്കുന്നില്ല, നാളെ എല്ലാവരെയും പറ്റിക്കാനുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ മീൻകറിയും തോരനും ഒക്കെ എടുത്തിട്ട് വിളമ്പി നേരെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ സിനിമ ആണോ താഴെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ ഓരം പിടിച്ച് അവിടെ പോയിരുന്നതെല്ലാം ആയിട്ട് കേട്ടോ. ചേട്ടൻ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ വെറുതെ ചോറുണ്ണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ സിനിമകളൊന്നും ഫുള്ള് കാണാറില്ല. ഞാനങ്ങനെ ഒരു സിനിമ ഫുള്ളിരുന്ന് കാണാനുള്ള ക്ഷമയുള്ള കൂട്ടത്തിലൊന്നും അല്ല, അതാ വേറെ ഒന്നുമല്ല. അങ്ങനെ ചോറും കൊണ്ട് അവിടെ പോയിരുന്നപ്പോൾ ചേട്ടൻ ചോറുണ്ണാതിരിക്കുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ എന്താ ചോറിനായിരിക്കുന്നു, നീ വീഡിയോ ഒന്ന് ഓഫാക്കുന്നുണ്ടോ. അപ്പം ചേട്ടൻ അങ്ങനെ ഞാൻ ചേട്ടനെ ട്രോളിക്കൊണ്ട് തിന്നുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അതുകൊണ്ട് സ്റ്റക്കായിട്ട് സ്റ്റാച്ചു പോലെ ചോറിനകത്തൊരു കൈ വെച്ചുകൊണ്ടിരിക്കണം, അനക്കിയിട്ടില്ല കൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം എൻ്റെ ഒരു വെറൈറ്റി ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ആദ്യം പാചകിക്കും പിന്നെ റെസ്റ്റ് എടുക്കും. ഞാൻ ആദ്യം റെസ്റ്റ് എടുത്ത് പിന്നെ പാചകം, തലതിരിഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്.